ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നമുക്കിനി ഒരു ഇല കിട്ടിയാൽ മതി അതിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാനൊരു ഇല നട്ട ശേഷം അതിൽ നിന്നുണ്ടായ തൈയാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ നമുക്കൊരു ഇല നട്ടാൽ അതിൽ നിന്നും ഒരു മനോഹരമായ ചെടി ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏതൊക്കെ ചെടിയുടെ ഇലയിലാണ് വേര് വരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഇലയിൽ വേര് വരുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതെല്ലാം ഇലയിൽ നിന്ന് വേര് വരുന്ന ചെടികളാണ്. പലപ്പോഴും നമ്മൾ ചെടിയുടെ തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചെടികളിലാണ് ഇപ്പോൾ വേര് വന്നിരിക്കുന്നത്. കണ്ണാടി ചെടിയുടെ ഇലയിൽ വേര് വരുമെന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഇഷ്ടമുള്ള ചെടിയുടെ ഇല കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളുടെ ഇലകളിൽ വേര് വരുമോ എന്ന് പരീക്ഷിച്ച് നോക്കിയ ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അഗ്ലോണിമ, ചൈനീസ് ബോൾസം, വിഗോണിയ, അരേലിയ, ഫിറ്റോണിയ, കണ്ണാടി ചെടി, വെള്ള മെലാസ്റ്റോമ, ആഫ്രിക്കൻ വയലറ്റ്, എപ്പീസിയ, റൂബി ഗ്രാസ്, ബോർഡർ ഗ്രാസ് മുതലായ എല്ലാ ചെടികളുടെ ഇലകൾ നട്ടാലും വേര് വരും. മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിതിൽ ഒരു വളം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ബെസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഒത്തിരി വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് വേര് വരും ഇതിൻ്റെ ഇലകളിൽ. എപ്പോഴും വേര് വന്നോ എന്നറിയാൻ ഇല എടുത്ത് നോക്കരുത്. അങ്ങനെയാണെങ്കിൽ വേര് വരാൻ താമസിക്കും. ഒരല്പം വെള്ളം എല്ലാ ദിവസവും ഇതിനൊഴിച്ചു കൊടുക്കണം, എങ്കിലേ മണ്ണിനൊരു നനവ് കിട്ടൂ. ഇതാണെങ്കിൽ നമ്മുടെ അരേലിയാണ്. ഇനി ഇതെങ്ങനെയാണ് നടുന്നതെന്നൊന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഉള്ളത് കറുത്ത മണ്ണാണ്. ആ കറുത്ത മണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊരു കത്തി വെച്ചോ മറ്റോ ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഇല ചെറിയൊരു തണ്ടോടുകൂടി ഇലയുടെ ആ നീളമുള്ള തണ്ടില്ലേ, ആ ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് നട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ഇലയും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇതിൽ ഒരു വളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ ഇലയും ഒന്ന് നട്ട് കൊടുക്കുക. ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് സിറ്റൗട്ടിലായിട്ടാണ്. കാരണം സിറ്റൗട്ടിൽ ഒരുപാട് വെയിൽ വരത്തില്ല, അത് കാരണമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വേര് വന്നതും. ഇലകൾ ഉണങ്ങിപ്പോകാൻ ഒരു ചാൻസും ഇല്ല. ഒരു 5 ദിവസം കൊണ്ടൊക്കെ ഇലയിൽ വേര് വരും, അല്ലെങ്കിൽ ഒരു 10 ദിവസം, കൂടിപ്പോയാൽ 1 മാസം. ഇലകൾ ഒട്ടും നിസ്സാരമല്ല എന്ന് മനസ്സിലായില്ലേ? ഈ ഇലയെ നമുക്ക് മനോഹരമായ ഒരു ചെടിയാക്കി മാറ്റാം. നമ്മൾ എപ്പോഴും ഇല നട്ടതിന് ശേഷം എടുത്ത് നോക്കിക്കൊണ്ടേ ഇരുന്നാൽ വേര് വരാൻ താമസിക്കും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കണ്ണാടി ചെടികളുണ്ട്, അതിൻ്റെയും ഇലകൾ നട്ടാൽ മതി. ഇതിലൂടെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റം ചെടികൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും, 1 രൂപ പോലും ചിലവില്ലാതെ.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.